നമസ്കാരം സുഹൃത്തുക്കളെ, ചാണക്യലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാണ്? തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കളെയാണ്. എന്നാൽ പുറമേ വലിയ കളിച്ചിരികളും സ്നേഹവും പ്രകടിപ്പിക്കുകയും ഉള്ളിൽ നമുക്കെതിരെ വലിയ ചതി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന കപട സുഹൃത്തുക്കളെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് കുത്താൻ കാത്തിരിക്കുന്ന ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ഇതിനൊരു കൃത്യമായ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉള്ളിൽ വിഷവും ചുണ്ടിൽ അമൃതവുമുള്ള ഇത്തരം കപട സുഹൃത്തുക്കളെ കൃത്യമായി മനസ്സിലാക്കാൻ ചാണക്യൻ നൽകുന്ന 5 അതിശക്തമായ മുന്നറിയിപ്പുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ പോലും ഇതിൽപ്പെട്ടവരാകാം. അതുകൊണ്ട് 1 മിനിറ്റ് പോലും കളയാതെ വീഡിയോ പൂർണ്ണമായും കാണുക. അതിലേക്ക് കടക്കുന്നതിനു മുൻപ് ചാണക്യന്റെ ഇതുപോലുള്ള ജീവിത വിജയ തത്വങ്ങളും തന്ത്രങ്ങളും തത്സമയം നിങ്ങളുടെ മുന്നിലേക്കെത്തുവാൻ ചാണക്യലോകം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റുമാണ് മുന്നോട്ടുള്ള ഞങ്ങളുടെ കരുത്ത്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ചാണക്യൻ പറഞ്ഞ ആ 5 പ്രധാന മുന്നറിയിപ്പുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോയിന്റ്: മുഖസ്തുതി പറയുന്നവർ, ദ ഡേഞ്ചർ ഓഫ് ഫ്ലാറ്ററി. ഒന്നാമതായി ചാണക്യൻ പറയുന്നത് മുഖസ്തുതി നടത്തുന്നവരെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ മുന്നിൽ വന്ന് എപ്പോഴും നമ്മളെ പുകഴ്ത്തി സംസാരിക്കുന്നവരാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് കണ്ണാടി പോലെയായിരിക്കണം. നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ണാടി അത് കൃത്യമായി കാണിച്ചു തരും. അതുപോലെ നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് മുഖത്തു നോക്കി പറയാൻ ധൈര്യമുള്ളവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത്. എന്നാൽ കപട സുഹൃത്തുക്കളുടെ രീതി നേരെ തിരിച്ചാണ്. നിങ്ങൾ എന്തു വലിയ തെറ്റ് ചെയ്താലും, നിങ്ങൾ എന്ത് വിഡ്ഢിത്തം കാണിച്ചാലും അവർ അതിനെ ന്യായീകരിക്കും. നീ ചെയ്തതാണ് ശരി, നീ പുലിയാണ്, നിന്നെ കഴിഞ്ഞേ ഉള്ളൂ ആരും എന്നിങ്ങനെ നിങ്ങളെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം തോന്നാം, നമ്മൾ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ അവിടെയാണ് ചാണക്യൻ വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇങ്ങനെയുള്ളവർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകണം എന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നവരായിരിക്കാം അവർ. നിങ്ങളെ പുകഴ്ത്തി ഒരു വലിയ കുഴിയിലേക്ക് അവർ തള്ളിവിടും. വീണു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ തെറ്റുകളെപ്പോലും പുകഴ്ത്തുന്ന, എപ്പോഴും നിങ്ങളുടെ മുഖത്തു നോക്കി സോപ്പിടുന്ന ആ കപട സുഹൃത്തിന്റെ ചിരിക്ക് പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നിമിഷം മുതൽ അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക, അവരിൽ നിന്നും അകലം പാലിക്കുക. രണ്ടാമത്തെ പോയിന്റ്: ആപത്ഘട്ടങ്ങളിലെ പിന്മാറ്റം, ടെസ്റ്റിംഗ് ഇൻ ഹാർഡ് ടൈംസ്. രണ്ടാമതായി ചാണക്യൻ നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് കഷ്ടപ്പാടുകളിൽ നമ്മെ കൈവിടുന്നവരെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, മഹാനായ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറയുന്ന വളരെ പ്രശസ്തമായൊരു ശ്ലോകമുണ്ട്. അതിലദ്ദേഹം വ്യക്തമാക്കുന്നത്, നമുക്കൊരു വലിയ ആപത്ത് വരുമ്പോഴോ, പട്ടിണി വരുമ്പോഴോ, ശത്രുക്കൾ നമ്മെ ആക്രമിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോഴോ ആരാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവൻ മാത്രമാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ നല്ലതുപോലെ പണമുള്ളപ്പോൾ, നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾക്ക് നല്ലൊരു കാറോ ബൈക്കോ ഒക്കെ ഉള്ളപ്പോൾ, നിങ്ങളുടെ കൂടെ നടക്കാൻ, കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ ഒത്തിരി സുഹൃത്തുക്കൾ കാണും. നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകളുടെയും കോളുകളുടെയും പെരുമഴയായിരിക്കും. എന്നാൽ വിധി എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല. നാളെ നമുക്കൊരു വലിയ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ മാനസികമായി നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥയോ വന്നാൽ അന്ന് കാണാം ഈ പറഞ്ഞ പലരുടെയും യഥാർത്ഥ മുഖം. അതുവരെ കൂടെയുണ്ടായിരുന്നവർ പെട്ടെന്ന് തിരക്കുകളിലേക്ക് മാറും. നമ്മൾ ഫോൺ വിളിച്ചാൽ എടുക്കാതാവും, മെസ്സേജുകൾ കണ്ടില്ലെന്ന് നടിക്കും. നമ്മൾ അവരോട് പണം ചോദിക്കുമോ എന്ന പേടികൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ കേൾക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടോ അവർ നമ്മളിൽ നിന്ന് മനസ്സിരുത്തി അകന്നുപോകും. അങ്ങനെയുള്ളവർ അതുവരെ നിങ്ങളുടെ കൂടെ നിന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലെ പണത്തോടും നിങ്ങളുടെ പദവിയോടുമുള്ള താൽപ്പര്യം കൊണ്ട് മാത്രമാണ്. ഓർക്കുക സുഹൃത്തുക്കളെ, വസന്തകാലത്ത് മാത്രം കൂടെ നിൽക്കുന്ന പക്ഷികൾ വേനൽക്കാലത്ത് മരമുണങ്ങുമ്പോൾ പറന്നുപോകുന്നതുപോലെയാണ് ഈ കപട സൗഹൃദങ്ങൾ. നിങ്ങളുടെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലും നിങ്ങൾ തകർന്നു തരിപ്പണമായി നിൽക്കുമ്പോഴും നിങ്ങളുടെ തോളിൽ കൈവച്ച് ഞാനുണ്ട് കൂടെ എന്നു പറയാൻ ആരുണ്ടോ അവനെ മാത്രം ജീവിതത്തിൽ ചേർത്തുപിടിക്കുക. ബാക്കിയുള്ള കപട നാടകക്കാരെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിടുക. മൂന്നാമത്തെ പോയിന്റ്: രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തവർ, ദ ബിട്രയൽ ഓഫ് ട്രസ്റ്റ്. മൂന്നാമതായി ചാണക്യൻ പറയുന്നത് നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വിളമ്പുന്ന കപട സുഹൃത്തുക്കളെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ചാണക്യൻ തന്റെ തത്വങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്.
നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ രഹസ്യങ്ങൾ പൂർണ്ണമായി പങ്കുവെക്കരുത്. കാരണം നാളെ ആ സൗഹൃദം തകർന്നാൽ നിങ്ങളെ തകർക്കാൻ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധം ആ രഹസ്യങ്ങളായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മളോട് അടുപ്പമുള്ളവരോട് വിശ്വസിച്ച് നമ്മുടെ വീട്ടുവിശേഷങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില ബലഹീനതകളോ ഒക്കെ തുറന്നു പറയാറുണ്ട്. നമ്മൾ അവരെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കപടസുഹൃത്തുക്കളുടെ രീതി എന്താണെന്നറിയാമോ? നിങ്ങളുടെ മുന്നിൽ വെച്ച് അവർ വളരെ സഹതാപത്തോടെയും സ്നേഹത്തോടെയും അത് കേട്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ പുറകിൽ മറ്റൊരു കൂട്ടം ആളുകളുടെ മുന്നിലിരിക്കുമ്പോൾ അവർ നിങ്ങളെ ഒരു തമാശപാത്രമാക്കാൻ വേണ്ടി ഈ രഹസ്യങ്ങൾ ഓരോന്നായി വിളമ്പും. അവന്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്, അവന് ഇത്രയും കടമുണ്ട്, അവൻ പുറത്തു മാത്രമേ ഈ ഗമ കാണിക്കുന്നുള്ളൂ എന്നിങ്ങനെ നിങ്ങളുടെ ബലഹീനതകളെ മറ്റുള്ളവരുടെ മുന്നിൽ ചർച്ചയാക്കും. നിങ്ങളുടെ വിശ്വാസത്തെയാണ് അവർ അവിടെ കൊന്നുതള്ളുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളോട് വഴക്കിടുന്ന സമയത്ത് നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടി ഇതേ രഹസ്യങ്ങൾ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്യും. ഓർക്കുക സുഹൃത്തുക്കളെ, നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് മറ്റൊരാൾ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കും? നിങ്ങളുടെ ബലഹീനതകളെയും സ്വകാര്യതകളെയും ബഹുമാനിക്കാത്ത, അത് മറ്റുള്ളവരുടെ മുന്നിൽ തമാശയ്ക്കായി ഉപയോഗിക്കുന്ന ഒരാൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തല്ല, അവനൊരു ചതിയനാണ്. നിങ്ങളുടെ സ്വകാര്യ ജീവിതം എപ്പോഴും ഒരു അടഞ്ഞ പുസ്തകം പോലെ സൂക്ഷിക്കുക. രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഇത്തരം കപട സൗഹൃദങ്ങളിൽ നിന്ന് ഈ നിമിഷം തന്നെ ഓടിയകലുക. 4ാമത്തെ പോയിന്റ്, സ്വാർത്ഥതയും ആവശ്യങ്ങളും മുൻനിർത്തി വരുന്നവർ. 4ാമതായി ചാണക്യൻ നമ്മോട് പറയുന്നത് സ്വന്തം ആവശ്യങ്ങൾക്കും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടി മാത്രം നമ്മുടെ കൂടെ കൂടുന്ന കപട സുഹൃത്തുക്കളെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ചാണക്യന്റെ വളരെ പ്രശസ്തമായ ഒരു തത്വമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഒരു സ്വാർത്ഥതയുമില്ലാതെ ഒരു ബന്ധവുമുണ്ടാകുന്നില്ല. അതൊരു കൈപ്പേറിയ സത്യമാണ്. എന്നാൽ ചില സൗഹൃദങ്ങളുണ്ട്, അവ പൂർണ്ണമായും സ്വാർത്ഥതയിൽ മാത്രം കെട്ടിപ്പടുത്തവയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങളോട് യാതൊരുവിധ ആത്മാർത്ഥതയോ സ്നേഹമോ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്കെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമായിരിക്കും നമ്മളെ ഓർമ്മ വരുന്നത്. ഒന്നെങ്കിൽ പണം കടം ചോദിക്കാൻ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടത്തിച്ചെടുക്കാൻ, അതുമല്ലെങ്കിൽ അവർക്ക് ഒറ്റപ്പെടൽ തോന്നുമ്പോൾ സമയം കളയാൻ. ആ സമയത്ത് അവർ നമ്മളെ ഫോൺ വിളിക്കും, വന്ന് കാണും, നമ്മളാണ് അവരുടെ ജീവൻ എന്ന രീതിയിൽ സംസാരിക്കും. എന്നാൽ അവരുടെ ആ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാൻ കിട്ടില്ല. നമ്മൾ തിരിച്ചെന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അപ്പോൾ അവർക്ക് 1000 തിരക്കുകളായിരിക്കും. അല്ലെങ്കിൽ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവർ അവിടെ നിന്ന് വഴുതിമാറും. കാര്യമുള്ളപ്പോൾ കാലുപിടിക്കുകയും കാര്യം കഴിഞ്ഞാൽ കൈവിടുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ നിങ്ങളുടെ സൗഹൃദത്തെ ഒരു കച്ചവടക്കണ്ണോടെയാണ് കാണുന്നത്. നിങ്ങളെ ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. ഓർക്കുക സുഹൃത്തുക്കളെ, ഒരു യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറമാണ്. ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ തേടിവരുന്ന ഇത്തരം സ്വാർത്ഥമതികളായ കപട സുഹൃത്തുക്കളെ തിരിച്ചറിയുക. നിങ്ങളുടെ വിലപ്പെട്ട സമയവും സ്നേഹവും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കളയാതെ അവരെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. 5ാമത്തെ പോയിന്റ്, പുറകിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, വിഷകുംഭം, പയോമുഖം. 5ാമതായും അവസാനമായും ചാണക്യൻ നൽകുന്നത് ഏറ്റവും അപകടകരമായ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ മുന്നിൽ അമൃതൊഴുക്കുകയും എന്നാൽ ഉള്ളിൽ മാരകമായ വിഷം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഇത്. സുഹൃത്തുക്കളെ, ചാണക്യനീതിയിൽ ഇതിനെ ഉപമിക്കാൻ ചാണക്യൻ ഒരു ശ്ലോകം ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് വിഷകുംഭം പയോമുഖം. ഇതിനർത്ഥം മുകളിൽ മാത്രം അല്പം പാൽ പുരട്ടി വെച്ചിരിക്കുന്ന എന്നാൽ ഉള്ളിൽ മുഴുവൻ മാരകമായ വിഷം നിറച്ചിരിക്കുന്ന ഒരു പാത്രമെന്നാണ്. നമ്മുടെ ചുറ്റുമുള്ള ചില കപട സുഹൃത്തുക്കളും ഇതുപോലെയാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമുള്ളവരായി അഭിനയിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വലിയ താൽപ്പര്യം കാണിക്കുകയും നിങ്ങളെ കെട്ടിപ്പിടിക്കുകയും കളിചിരികൾ പങ്കുവയ്ക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞു നടന്നാൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തുവരും. നിങ്ങളുടെ പുറകിൽ നിന്ന് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ഏറ്റവും മോശമായ അപവാദങ്ങൾ പറയുന്നത് ഇവരായിരിക്കും. നിങ്ങളുടെ വിജയങ്ങളിൽ ഉള്ളിൽ അസൂയപ്പൂണ്ട് നിങ്ങളെ എങ്ങനെ താഴെയിറക്കാം എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വില കളയാൻ അവർ ഒരവസരവും പാഴാക്കില്ല. ഏറ്റവും സങ്കടകരമായ കാര്യമെന്തെന്നാൽ ശത്രുക്കൾ തകർക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇത്തരം സുഹൃത്തുക്കൾക്ക് നമ്മളെ തകർക്കാൻ കഴിയും. കാരണം നമ്മുടെ എല്ലാ വീക്ക്നെസ്സുകളും അവർക്ക് നന്നായി അറിയാം. നിങ്ങളുടെ മുന്നിൽ ചിരിക്കുകയും നിങ്ങളുടെ പുറകിൽ കത്തിവെക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ളവരെയാണ് ചാണക്യൻ ഏറ്റവും വലിയ അപകടകാരികളായി കാണുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ശത്രുവിനെ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല, കാരണം അവൻ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ സുഹൃത്തിന്റെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന ഇത്തരം ചതിയന്മാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. പുറകിൽ നിന്ന് കുത്തുന്ന ഇങ്ങനെയുള്ള വിഷപ്പാമ്പുകളെ തിരിച്ചറിഞ്ഞ് ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് എറിഞ്ഞുകളയുക. സുഹൃത്തുക്കളെ, മഹാനായ ചാണക്യന്റെ ഈ വാക്കുകൾ വെറുമൊരു ഉപദേശമല്ല. നമ്മുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട വലിയൊരു ജീവിത സത്യമാണ്. ശത്രുക്കളുടെ മുൻപിൽ തോറ്റുകൊടുക്കുന്നതിനേക്കാൾ വലിയ നാണക്കേടാണ് കൂടെയുള്ള ചതിയന്മാരെ തിരിച്ചറിയാതെ പോകുന്നത്.
അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങളെ ഒന്ന് വിലയിരുത്തുക. ഈ പറഞ്ഞ 5 ലക്ഷണങ്ങളുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ അപ്പാടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം കപട സുഹൃത്തുക്കളേക്കാൾ നല്ലത് ആത്മാർത്ഥതയുള്ള ഒറ്റപ്പെടലാണ്. ചാണക്യലോകത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവ് നൽകി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ശക്തമായ തന്ത്രങ്ങളും ചിന്തകളും ഇനിയും നിങ്ങളുടെ മുന്നിലേക്കെത്തുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അവർക്കും ഇതൊരു വലിയ കാവലായിരിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു ശക്തമായ അറിവുമായി ചാണക്യന്റെ അടുത്ത തന്ത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.